കൊടും ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് നമ്മുടെ സംസ്ഥാനം. പകൽ സമയങ്ങളിൽ കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇതേ കാലാവസ്ഥ തുടരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നതും. സംസ്ഥാനത്ത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ 14 ജില്ലകളിലും ആശ്വാസ മഴയ്ക്കുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. നമ്മുടെ മാപ്പ് കാണുമ്പോഴത്തേനും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും, എല്ലായിടത്തും ഗ്രീൻ അലേർട്ടാണ്. അതായത് മഴ മുന്നറിയിപ്പ് എങ്ങും ഇല്ലെന്ന്. അതുകൊണ്ട് തന്നെ വരണ്ട കാലാവസ്ഥ തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പും ഇപ്പോഴും തുടരുന്നുണ്ട്. പാലക്കാട്, കൊല്ലം ജില്ലകളിലൊക്കെ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സാധാരണ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിനേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ അധിക താപനിലയാണ് യെല്ലോ അലേർട്ടുള്ള ഇടങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ യെല്ലോ അലേർട്ട് 11 ഇടങ്ങളിൽ ഉണ്ട് കേട്ടോ. UV ഇൻഡെക്സും ഉയരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പും ചില ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്ന തരത്തിൽ കൂടുതൽ സമയം പുറത്ത് ചെലവഴിക്കാതിരിക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക എന്നിവയ്ക്കാണ് നിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനം. നമുക്ക് താപനില പരിശോധിച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൊല്ലം ജില്ലയിലെ പുനലൂരാണ് ചൂട് കൂടുതലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 38.4 ഡിഗ്രി സെൽഷ്യസ് ആണ് പുനലൂരിൽ. 38.4 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ നമുക്ക് ചുരുക്കത്തിൽ റൗണ്ട് ചെയ്ത് 39 എന്നൊക്കെ പറയാമല്ലേ. 39 ഡിഗ്രി സെൽഷ്യസ് ആണ് പുനലൂരിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൂടിയ താപനില. അതായത് ഒരു മനുഷ്യൻ ചുട്ടുപൊള്ളുമെന്ന് സാരം. അവിടുത്തെ കുറഞ്ഞ താപനില പോലും 23 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ പുനലൂർ പറഞ്ഞ പോലെ കോട്ടയത്തെ പരിശോധിച്ചാൽ കോട്ടയത്ത് നല്ല ചൂടുണ്ട്. കോട്ടയത്തെ താപനില 37.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. 37 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 37.8 എന്ന് വെച്ചാൽ നമുക്ക് അതിനൊരു 38 ഡിഗ്രി സെൽഷ്യസ് ആക്കാമല്ലേ. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ ജില്ലയിലെ കൂടിയ താപനില. കുറഞ്ഞത് 25-മാണ്. നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ താപനില പരിശോധിച്ചാൽ തിരുവനന്തപുരത്തേക്ക് തുടങ്ങാം. തിരുവനന്തപുരത്തെ കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസുമാണ്. കൊച്ചിയിലേക്ക് വന്നാൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസുമാണ്. കോഴിക്കോട് 36 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് കൂടിയ താപനില, കുറഞ്ഞത് 27.4. കണ്ണൂരിലേക്ക് നോക്കിയാൽ കണ്ണൂരിൽ കൂടിയ താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് എല്ലായിടത്തും അതികഠിനമായ ചൂടുണ്ട്. ഈ ചൂട് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ്. കാരണം കാലാവസ്ഥാ വകുപ്പ് ഈ പറയുന്ന പോലെ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. മഴ ഉണ്ടാകും എന്നൊരു സാധ്യത ഒന്നും പ്രവചിക്കുന്നു പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചൂട് അത് തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. 11 ഇടങ്ങളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് ഉള്ളത്. യെല്ലോ അലർട്ട് ഉള്ള സ്ഥലങ്ങളിലൊക്കെയും ഈ നല്ല ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. സൂര്യാഘാതം, സൂര്യതാപം ഒക്കെ ഏൽക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളൊരു മുൻകരുതൽ നമ്മൾ സ്വയം സ്വീകരിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇനി